ഹായ്, ഞാൻ റിജു ശങ്കർ, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ഓഫ്ലൈൻ അക്കാഡമി ഹെഡാണ്. നമ്മൾ ഹലോ പാരൻസ് എന്നുള്ള ഈ എപ്പിസോഡിലൂടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പാരൻസിൻ്റെയും മക്കളുടെയും മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഇത് വളരെ ജെന്യുവനായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികൾക്കുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഗൈഡ് ലൈനും അതേപോലെ തന്നെ പാരൻസിനുള്ള ഒരു അവയർനെസ്സുമായിട്ടാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ഹലോ പാരൻസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം ഹലോ പാരൻസ് എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ JEE ആസ്പിരൻസ് എഞ്ചിനീയറിംഗ് സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മക്കൾ അവരുടെ പാരൻസിനെയാണ്. ഇതിൽ എഞ്ചിനീയറിംഗ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. പാരൻസിന് എല്ലാവർക്കും അറിയാം നമ്മളെ മക്കൾ അത്രയും മിടുക്കന്മാരും മിടുക്കികളാണ്. നമ്മളെ മക്കൾ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് പാരൻസാണ്. അവരെ മുൻ വർഷങ്ങളിൽ പഠിപ്പിച്ച അധ്യാപകരെക്കാളും ആരെക്കാളും ഏറ്റവും കൂടുതൽ നമ്മളെ മക്കളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അവരെ എല്ലാ പോസിറ്റീവും നെഗറ്റീവ്സും കൂടുതലായിട്ട് അറിയുന്നത്, ഏറ്റവും കൂടുതലായിട്ട് അവരെ തിരിച്ചറിയുന്നത് നമ്മുടെ പാരൻസിനാണ്. അപ്പോൾ പാരൻസിന് ഒരു സ്പെക്ട്രം നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് നമ്മളെ മക്കൾ ലോവർ ക്ലാസ്സുകളിൽ ഒരു 5, 6, 7, 8 ക്ലാസ്സുകളിലൊക്കെ അവരെങ്ങനെയായിരുന്നു പെർഫോം ചെയ്യുന്നതെന്ന് പാരൻസിന് കൃത്യമായിട്ട് അറിയാം. വളരെ നല്ല രീതിയിൽ നല്ല മിടുമിടുക്കൂടും ചുറുചുറുക്കോടും കൂടെ സബ്ജക്റ്റ് പഠിച്ച് നന്നായിട്ട് ആ ഒരു എക്സലൻസിലേക്ക് വന്നുകൊണ്ടിരുന്ന മക്കൾ. പിന്നീട് ആ ഒരു എക്സലൻസ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എത്ര പേർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി എന്നുള്ളത് അതിനകത്തൊരു ക്വസ്റ്റ്യനായിട്ട് അവശേഷിക്കുന്നത്. അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ഗ്രോയിങ് ഏജിൽ അവർക്ക് പല സൈഡിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, അവരുടെ പിയർ ഗ്രൂപ്പ്, പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിള്, ക്ലാസ്സിൽ അറ്റ്മോസ്ഫിയർ, ഇതിനേക്കാളൊക്കെ ഏറ്റവും പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ അവരെ പഠിപ്പിച്ചിരിക്കുന്ന ടീച്ചേഴ്സ്, അവരുടെ മെൻ്റൽ മോറൽ സപ്പോർട്ട്, അവർ സബ്ജക്റ്റിൽ എന്തുമാത്രം ഏറ്റവും ബെസ്റ്റായിട്ട് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സുകൾ അവർക്ക് നൽകി. അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് തിരിച്ചറിവിൻ്റെ വേറൊരു കാലഘട്ടത്തിലൂടെ നമ്മളെ മക്കൾ വരുമ്പോൾ അവരുടെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം അതിനോട് മുൻകാലത്തെ പെർഫോമൻസിനോട് ജസ്റ്റിസ് ചെയ്തു എന്നുള്ളത് മാത്രമേ നമ്മൾ അതിനകത്തൊന്ന് അനലൈസ് ചെയ്യേണ്ടുള്ളൂ. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല മിടുക്കന്മാരും നല്ല മിടുക്കികളാണ്. പക്ഷെ ഒരു പേഴ്സണൽ ഗൈഡൻസും ഒരു പേഴ്സണൽ സപ്പോർട്ടും, പിന്നെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളും, പിന്നെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് സബ്ജക്റ്റ് മോട്ടിവേറ്റിംഗ് ആയിട്ട് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയിലുള്ള ക്ലാസ് സ്ട്രക്ചർ ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ മക്കൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് മാറും എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നു കാണും. ഈ ഒരു സംഭവം, അതായത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ, പിയർ ഗ്രൂപ്പ്, സ്വന്തം ബെഞ്ചിലിരുന്ന് സ്വന്തം ക്ലാസ്സിലിരിക്കുന്ന പഠിക്കുന്ന മക്കളുടെ ഒരു ഗ്രൂപ്പ്, പിന്നെ നേരത്തെ പറഞ്ഞ ഇഷ്ടപ്പെട്ട് സബ്ജക്റ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുന്ന രീതിയിൽ, അതായത് പണ്ടെങ്ങോ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സബ്ജക്റ്റിനോടുള്ള ആ ഒരു ഇഷ്ടം തിരിച്ചു കൊണ്ടുവന്ന് ആ ഇഷ്ടത്തിനെ അവർ പെർഫോമൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ആ ഇഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് അതിൻ്റെ പീക്കിലായിരിക്കും. ആ ഒരു ഇഷ്ടം സബ്ജക്റ്റിൽ ഉണ്ടാക്കി ആ പെർഫോമൻസ് അതിൻ്റെ ബെസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അതാണ് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം നമ്മളെ മക്കൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ അതിൽ +2 കഴിഞ്ഞ് വരുന്ന ഒരു വർഷം ഡ്രോപ്പ് ചെയ്ത് എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മക്കൾ. അപ്പം നമ്മൾ ഒരു വർഷത്തിന് ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരും. എൻജിനീയറിംഗ് അല്ലേ, ഒരു വർഷം ഡ്രോപ്പ് ചെയ്യണോ? അപ്പം നമുക്ക് +1 +2ൻ്റെ കംപ്ലീറ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻജിനീയറിംഗ് എക്സാംസിൻ്റെ സിലബസ് വരുന്നത്. അപ്പം നമ്മളെ മക്കൾ +1 +2 പഠിക്കുമ്പോൾ നാച്ചുറലി ബോർഡ് സ്റ്റഡീസിൻ്റെ കൂടെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി വേണ്ടത്ര ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് സബ്ജക്റ്റിൽ ആ ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം റിലേറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് കുറച്ച് പിറകിലേക്ക് പോയിട്ടുണ്ടാവും.
അപ്പോൾ +1 +2 കാലഘട്ടത്തിൽ ഇത് ബെസ്റ്റായിട്ട് ബാലൻസ് ചെയ്ത് എത്തിക്കാൻ പറ്റിയില്ല എന്നൊരു ഡ്രോബാക്ക് അവിടെ ഉണ്ട്. 2, +1 +2 കാലഘട്ടത്തിൽ സബ്ജക്റ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയില്ല എന്നുള്ള ഡ്രോബാക്ക് ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മളെ മക്കൾക്ക് കുറച്ച് റാങ്ക് ലിസ്റ്റിൽ പുറകോട്ട് പോകേണ്ടി വന്നത്. അപ്പം മിടുക്കന്മാരല്ലാഞ്ഞിട്ടാണോ? അല്ല, നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, അതേ കോഴ്സ് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും നമുക്ക് JEE കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റ്, നവംബർ ഒരു മിഡ് വീക്കോട് കൂടെ നമുക്ക് ആ കോഴ്സിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തെത്തിക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം? നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ടീച്ചേഴ്സുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ JEE വർക്ക് ചെയ്താൽ മാത്രമേ JEE ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ട് കുട്ടികളെടുത്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ദിവസങ്ങളും ടീച്ചേഴ്സുമായിട്ടുള്ള ആ ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടെ മാത്രമേ ഇത് ചെയ്തെത്തിക്കാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീറ്റ് ആസ്പിരൻസിന് അവർക്ക് ഏകദേശം മെയ് മാസമാണ് എക്സാമിനേഷൻസ് വരുന്നത്. പക്ഷേ നമ്മളുടെ JEE മക്കൾക്ക് അവരുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സാമിനേഷൻ നമ്മളുടെ ജനുവരി മാസത്തിൽ വരും. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? മോഡൽ എക്സാംസ് നടത്തി, ഫുൾ മോക്ക് ടെസ്റ്റ് നടത്തി അവരെ ബെസ്റ്റായിട്ട് എക്യൂപ്പ് ചെയ്തെത്തിക്കണം. അപ്പോൾ നമ്മളൊരു നവംബർ മിഡ് ആകുമ്പോഴേക്ക് തന്നെ നമ്മളുടെ പോർഷൻസ് എല്ലാം ഫിനിഷ് ചെയ്യണം. അതിന് പാരലായിട്ട് നമ്മൾ റിവിഷൻസും കണ്ടക്ട് ചെയ്ത് ഫുൾ ഫ്ലെഡ്ജായിട്ട് നമ്മൾ മക്കളെ ഒരുക്കി എത്തിക്കണം. അപ്പോൾ എല്ലാ ദിവസങ്ങളും ക്ലാസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പാറ്റേണിലാണ് കുട്ടികളെ ഈ ഒരു കാലഘട്ടത്തിൽ JEE ആസ്പിരൻസിനെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മക്കളെ JEE ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പഠിക്കുന്ന കോഴ്സും കോളേജുകളും എണ്ണപ്പെടുക എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ കോഴ്സ് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ നിന്നും കൊണ്ട് അവരൊരു പ്ലേസ്മെൻറ്റിന് ശ്രമിക്കുമ്പോഴാണ് അവരുടെ കോഴ്സും കോളേജും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് വരുന്നത്. അതാണ് കുട്ടിയുടെ പ്രൊഫൈൽ വരുന്നത്. അപ്പം നല്ല ക്യാമ്പസും നല്ല ബ്രാഞ്ചും ആ ബ്രാഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് അവൻ അഡീഷണലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കില്ലും ചേർന്നാൽ മാത്രമേ 4 വർഷം കൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് അവന് കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു പ്ലേസ്മെൻറ്റിനുള്ള ചാൻസ് അവിടെ വരുന്നുള്ളൂ. ഈവൺ ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ രീതിയിലേക്ക് വരണമെങ്കിൽ പോലും ആ ടോട്ടൽ സ്കില്ല് ആ കുട്ടി ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെത്തിക്കണം. അപ്പോൾ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അവർ സെലക്ട് ചെയ്യുന്ന കോളേജാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലീഡിങ് കോളേജസുകളുണ്ട്. CET ട്രിവാൻഡ്രം ഉണ്ട്, TKM ഉണ്ട്, മാറത്തനേഷ്യസ് ഉണ്ട്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ദെൻ നമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരുണ്ട്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അങ്ങനെ മുൻനിര കോളേജുകളിൽ വരുന്ന ഏകദേശം 15ഓളം കോളേജുകളുണ്ട്. ഈ 15 മുതൽ 20 വരെയുള്ള കോളേജുകളിൽ ഒരു കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ അഡ്മിഷൻസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അതാണ്. കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് NITs, കേരളത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നോക്കുമ്പോൾ നമുക്ക് NITs ഉണ്ട്, IITs ഉണ്ട്, പിന്നെ നമ്മളുടെ IISERs ഉണ്ട്, IIIT ഉണ്ട്. ദെൻ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ തന്നെ ബിറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്, അങ്ങനത്തെ കോളേജസ് ഉണ്ട്. അപ്പം ഇത്തരം സംഭവങ്ങളിൽ പഠിച്ചിറങ്ങുന്ന മക്കൾ ആ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെ കൂടെ സ്കില്ലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഫസ്റ്റ് ചാൻസ്, അതായത് +1 +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും കിട്ടിയില്ല, അതായത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോഴ്സും കോളേജും കിട്ടിയില്ല എങ്കിൽ അവർ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തും കൊണ്ട് അവരിത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടതാണ്, ഏറ്റവും 100% അവർ ചെയ്യേണ്ടതാണ്. അത് ആ ഡ്രോപ്പ് ചെയ്ത് അവർ ചെയ്യണം. ഇത് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം +1 +2 കാലഘട്ടത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് സംഭവങ്ങൾ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോവുകയും +2 പഠിക്കുന്നതിനൊപ്പം തന്നെ +1 റിവൈസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്ത് വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്നും കൊണ്ടുള്ള ഒരു ടോട്ടൽ പ്രിപ്പറേഷൻസാണ് നടത്തുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഡ്രോപ്പ് ചെയ്യാണ്ട് തന്നെ അവർക്ക് ഫസ്റ്റ് ചാൻസിൽ സുഖമായിട്ട് നല്ല കോഴ്സും കോളേജും സംഘടിപ്പിക്കാവുന്നുള്ളൂ. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മക്കൾ മിടുക്കന്മാരാണ്, പക്ഷേ ബോർഡ് സ്റ്റഡീസിൻ്റെ ഇടയിലൂടെ ഈ സാധനം
അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. സ്കൂൾ എക്സാമിനേഷൻസ് വരും, ബോർഡ് എക്സാമിനേഷൻസ് വരും, പ്രാക്ടിക്കൽസ് വരും. അതിനിടയിൽ ഈ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് അവരുടെ റാങ്ക് പുറകിലേക്ക് പോയത്. അപ്പം വേണ്ടത്ര പഠിക്കാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർ, എന്നാൽ നന്നായി പഠിക്കാൻ താല്പര്യമുള്ളത്, ഇതിലൊരൊറ്റ ഘടകം മാത്രമേ ആവശ്യമുള്ളൂ, പഠിക്കാനുള്ള താല്പര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ മക്കൾ മിടുക്കന്മാരും മിടുക്കികളും. ആ മിടുക്ക് പാരൻസിന് മനസ്സിലാവണമെങ്കിൽ അവർ 5, 6, 7 ക്ലാസ്സുകളിൽ അവരുടെ പെർഫോമൻസ് നോക്കിയാൽ മതി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ആ പെർഫോമൻസിൽ പല കാരണങ്ങൾ കൊണ്ട് കുറവ് വന്നിട്ടുണ്ടാവും. അപ്പോഴും പഠിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് മുന്നേറണം എന്നുള്ള ഉത്കടമായ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവും. ആ ആഗ്രഹം മാത്രമേ എൻജിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് വരുന്ന മക്കൾക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് ബിൽഡ് ചെയ്യാവുന്നുള്ളൂ. കാരണം ഇതിൽ കോർ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് മാത്സ് ആണ്. പല മക്കളും പറയും എനിക്ക് മാത്സ് ഡിഫിക്കൽട്ടാണ്, അതും അതങ്ങോട്ട് ചെയ്തെത്തുന്നില്ല, മാത്സ് കുറേ ചെയ്യാനില്ലേ. അങ്ങനത്തെ ഒരു സംഭവം മാത്സിനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ ആ മാത്സ് ആ രീതിയിലാണ് അവർ പഠിച്ചു വന്നതും അവർ പഠിപ്പിച്ചെടുത്തതും. അപ്പം ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ഡയമെൻഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിപ്പിച്ചൊരുക്കിയെടുക്കാനും പഠിച്ചെടുക്കാനും പറ്റിയ സബ്ജക്റ്റാണ് മാത്സ്. മാത്സ് നമ്മളെ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഔട്ട്സ്റ്റാൻഡിങ് ഒറേറ്റേഴ്സ്. അവരേറ്റവും ബെസ്റ്റായിട്ട് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മാത്സ് പഠിപ്പിക്കാൻ അറിയുന്ന ടീച്ചേഴ്സാണ്. ഏറ്റവും ബെസ്റ്റായിട്ടും എൻകറേജിങ് ആയിട്ട്. കാരണം ഒരു മാത്സിൻ്റെ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസാണ്. ആ ത്രില്ലിങ് എക്സ്പീരിയൻസ് വന്നോടെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ്, അത് മാത്രമേ ബേസിക്കലി ആവശ്യമുള്ളൂ. ആ ത്രില്ലിങ് എക്സ്പീരിയൻസ് വന്നോടുകൂടെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ചെയ്തെത്തിക്കാൻ പറ്റും. മാത്സ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത്തരം മാത്സ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ആ ഒരു മാത്സ് ഗ്രൂപ്പാണ് നമ്മളുടെ ഈ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തിൽ ഒരെണ്ണം. കാരണം എന്താണെന്ന് വെച്ചാൽ പാരൻസിന് തന്നെ അറിയാമല്ലോ, പാരൻസിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ പാരൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിപ്പിച്ച മാത്സ് ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിപ്പിക്കുന്ന 2-3 ടീച്ചേഴ്സൊക്കെ എന്തായാലും കാണും. എന്നാൽ അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യാത്ത ടീച്ചേഴ്സും കാണും. അപ്പോൾ 8, 9, 10 കാലഘട്ടങ്ങളിൽ ഒരിക്കലെങ്കിലും ആ ടീച്ചറെ ക്ലാസ്സിലാവണേന്ന് പ്രാർത്ഥിച്ചിട്ട് നടന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും പാരൻസിൽ. ആ ടീച്ചറിൻ്റെ ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളെ മനസ്സിൽ അന്നേ കൊടുക്കണം. ആ ചിന്ത അതേപടിയുള്ള സംഭവമാണ് നമ്മളുടെ ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള മാത്സ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നെക്ക് ആൻഡ് നെക്കാണ്. ആ നെക്ക് ആൻഡ് നെക്ക് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് ആ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് എൻ്റെ മാത്സ് സ്ട്രോങ് ആയി, ഞാൻ മാത്സിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് പെർഫോം ചെയ്തു എന്ന് നിങ്ങളെ മക്കൾക്ക് 100% സത്യസന്ധമായിട്ട് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. മാത്സ് പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി. മാത്സ് ടോപ്പാണോ ഓട്ടോമാറ്റിക്കായിട്ട് ഫിസിക്സ് പ്രോബ്ലം സോൾവിങ് സ്കിൽ അവർക്ക് വന്നോളൂ. അതിന് കോൺസെപ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. അത് ഏറ്റവും ബെസ്റ്റായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അത് ഫിസിക്സ് പഠിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ കെമിസ്ട്രി, എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി അതെന്തോ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണെന്ന് ഫീൽ ചെയ്യും. ഒരിക്കലും അല്ല മക്കളെ, അങ്ങനത്തെ ഒരു സംഭവം അതിനകത്തില്ല. പാരൻസ് പ്രത്യേകം മനസ്സിലാക്കുക, കെമിസ്ട്രി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ്. കാരണം ഫിസിക്സും മാത്സും ചെയ്തെടുക്കാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/4 സമയം മതി കെമിസ്ട്രി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ. ആ രീതിയിലാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് അവരെ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്ത് പഠിപ്പിക്കുക. അപ്പം അവർക്ക് പഠനം എന്നുള്ളത് ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മക്കൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, പഠിക്കാൻ താല്പര്യമുണ്ടോ മക്കൾ ധൈര്യമായിട്ട് വന്നോളൂ, നമുക്ക് അവരെ പഠിപ്പിച്ച് ഏറ്റവും മികച്ച കോളേജിലേക്ക് അവർ കഴിപിടിച്ചുയർത്താൻ പറ്റും. അതിലൊരു സംശയ കാര്യത്തില്ല. കാരണം നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും അതെങ്ങനെ മക്കളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിർത്തി ഏറ്റവും ബെസ്റ്റായിട്ട് അവരെ മെൻ്റലി മോറലി സപ്പോർട്ട് ചെയ്ത് എങ്ങനെ കൺവേർട്ട് ചെയ്തെത്തിക്കണം എന്ന് അറിയുന്ന വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണിത്. അപ്പം മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ എഞ്ചിനീയറിംഗിൽ കോളേജ്, പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കോർ ബ്രാഞ്ചസ്, പിന്നെ നിങ്ങൾ അവിടുത്തെ പിയർ ഗ്രൂപ്പ്. കാരണം നല്ല കോളേജ് ആണെങ്കിൽ നല്ല ആലുമിനീസ് ഉണ്ടാവും, നല്ല പിയർ ഗ്രൂപ്പ് ആയിരിക്കും, നല്ല ക്യാമ്പസ് ആയിരിക്കും. ആ ഒരു ടോട്ടൽ സ്കില്ല് നിങ്ങൾക്ക് ആ അറ്റ്മോസ്ഫിയർ തന്നെ ഡെവലപ്പ് ചെയ്തെത്തിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വർഷം ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കിട്ടുന്ന വർഷങ്ങളിൽ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ, സപ്പോർട്ട് നോക്കുമ്പോൾ, ലൈഫിൽ അവരെത്തിപ്പെടുന്ന പൊസിഷൻസ് നോക്കുമ്പോൾ ആ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ, ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനകത്ത് യാതൊരു വിധ തെറ്റുമില്ല. മക്കൾക്ക് മനസ്സിലായോ സംഭവങ്ങൾ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എക്സലൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തു വരാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് മൾട്ടി ഡയമെൻഷനലായിട്ട് ഗ്രോ ചെയ്യാനും പറ്റുകയും ചെയ്യും. അപ്പോൾ അതിൽ ഡ്രോപ്പ് ചെയ്ത് കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്യമം മാത്രമേ, അല്ലെങ്കിൽ ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രമേ മനസ്സിൽ കൊണ്ടുനടക്കേണ്ടുള്ളൂ കേട്ടോ മക്കളെ. പാരൻസ് അത് പ്രത്യേകം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം അവർ ഞാൻ ആ ഓൺലൈൻ കോഴ്സിന് പോവുകയാണ്, ഞാൻ ഈ അങ്ങനത്തെ പറയുന്നുണ്ടല്ലോ ഡാറ്റാബേസ് ഓൺലൈനിന് പോവുകയാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവർ ഒരു പ്രൊഫഷണൽ ഡിഗ്രി നേടുന്നതിനൊപ്പം തന്നെ അവർ സ്വായത്തമാക്കേണ്ട സ്കില്ലുകളാണ്. മനസ്സിലായോ? കാരണം എവിടെ അവർ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവരോട് ചോദിക്കുക ഏത് കോളേജിൽ നിന്നാണ്, എന്താണ് ബേസിക് എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ എന്താണ്, സർട്ടിഫിക്കറ്റ് എവിടെ, ഇതാണ് അവരോട് ചോദിക്കുക. അപ്പം ഒരു സോളിഡ് ആയിട്ടുള്ളൊരു പ്രൂഫ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഇന്ന ക്യാമ്പസ് നിന്നാണ് ഞാൻ പഠിച്ചത്, ആ ക്യാമ്പസ് അല്ലെങ്കിൽ ആ കോളേജ് പറയുമ്പോൾ തന്നെ അവരെ പ്രൊഫൈല് മാറിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ബേസിസിലാണ് അവരെ ഓൾറെഡി അത് 50% അവർ പാസ്സായി കഴിഞ്ഞു ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ സംഭവങ്ങൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക പാരൻസ്. എഞ്ചിനീയറിംഗ് സൈഡ് വളരെ ഇമ്പോർട്ടൻറ്റ്. മെഡിക്കൽ സൈഡിലേക്ക് വരുമ്പോഴും മെഡിക്കൽ സ്കൂൾ MBBS എന്ന് അവർക്ക് ബേസിക് മെഡിക്കൽ എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്. അത് മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജുകളിലും മോർ ഓർ ലെസ് സിമിലർ ആണ്. പിന്നെ ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് പോകുമ്പോൾ അവിടെ ഫീസ് കുറവാണ്. മറ്റതിൽ വരുമ്പോൾ പക്ഷേ ആ ഒരു മെഡിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ കാലഘട്ടത്തിൽ സെയിമാണ്. എഞ്ചിനീയറിംഗ് അങ്ങനെയല്ല. എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കോഴ്സ്, കോളേജ് ഈസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ +1 +2 കാലഘട്ടത്തിൽ മികച്ച ഇതിലേക്ക് വന്നില്ല, നല്ല കോളേജ് കിട്ടിയില്ല, മക്കൾ ഒട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സീറ്റ് അടിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ JEEയുടെ എല്ലാ സംഭവങ്ങളും സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് IITs ആണെങ്കിലും NITs ആണെങ്കിലും മുൻനിര കോളേജുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 15ഓളം എക്സാമിനേഷൻസ് നമുക്ക് JEE പ്രിപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിൽ എഴുതാൻ പറ്റും. ഈ 15 കോളേജും അവർക്ക് ക്രാക്ക് ചെയ്യണം, ബെസ്റ്റ് കോളേജ്. ആ 15 എണ്ണം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള കോഴ്സും കോളേജും അവന് സെലക്ട് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു വൈഡ് സ്പെക്ട്രത്തിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുകയാണ് ഒരു വർഷം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഒരു പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി അങ്ങനെ തന്നെയാണ്. നമ്മളെടുത്ത് വന്ന മക്കളെ ഒരാൾ പോലും മിസ്സാവാത്ത രീതിയിൽ നമ്മൾ കൈപിടിച്ച് അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിക്കും. അതിനുള്ള കോഴ്സും കോളേജും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ടീച്ചേഴ്സിൻ്റെ പൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ പാരൻസ്, ഓക്കെ ഡിയർ മൈ സ്റ്റുഡൻസ്. അപ്പം ധൈര്യമായിട്ട് ഇരുന്നോളൂ. നിങ്ങൾക്ക് നേരിട്ട് വരിക, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒരു ജേണിയാണ്, ഒരുമിച്ചുള്ളൊരു ജേണി. നല്ല ഒരു ബെസ്റ്റ് കോളേജുകളിലേക്ക് നമുക്ക് എത്തിയിട്ട് മാത്രമേ നമുക്ക് നിർത്താൻ പാടുള്ളൂ. ഓക്കെ മക്കളെ, ഓക്കെ ഡിയർ പാരൻസ്, താങ്ക് യു ആൾ.